ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ CI വന്ന് നിൽക്കുന്നത് ഈ പറയുന്ന മനോഹറിന്റെ അരികിൽ തന്നെയാണ്. ആ സമയത്താണെങ്കിൽ മനോഹർ വിക്രവുമായിട്ട് വഴക്ക് കൂടുകയാണ്. വിക്രം കിരണിനെയൊക്കെ കൊല്ലുമെന്നൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് നിന്നേക്ക് അവന്റെ കിരൺ സാറിന്റെ ഒറ്റ കൈക്കിലിടാ, നിനക്കൊക്കെ തന്നു കഴിഞ്ഞാൽ നിന്നേക്കാളൊക്കെ വലിയ അടവെടുത്ത ആൾക്കാരാണ്, വലിയ ശക്തിയുള്ള ആൾക്കാരാണ് ഗംഗപ്രസാദും അതുപോലെ തന്നെ രാഹുലൊക്കെ. എന്നിട്ട് അവരെയൊക്കെ കൊന്നു തള്ളിയില്ലേ, പിന്നെയാണോ നിന്റെ കാര്യമൊക്കെ പോക്കാടാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യും, അന്നാന്ന് ചെയ്തു നോക്കടാ എന്നിങ്ങനെ തിരിച്ചു പറയുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി നിൽക്കുകയാണ്. അപ്പോഴാണ് പുറകിൽ നിന്നും എടാ എന്ന് വിളിച്ചിട്ട് നിർത്തടാ എന്ന് പറയുന്ന കേൾക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ജയിൽ വാർഡനാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എടാ, നിങ്ങളുടെ തല്ലും വഴക്കൊന്നും ഇതുവരെയും കഴിഞ്ഞില്ലേ? നിങ്ങൾ ഏതു നേരം വേറൊരുത്തനുണ്ടായിരുന്നു രാഹുൽ എന്ന് പറയുന്നവന്, ഇവനെ കാണുമ്പോൾ കൊല്ലാനായിരുന്നു. ഇപ്പം നിങ്ങളെയായി പ്രശ്നം. ഇത് ഒരുത്തൻ പോയൊരു സമാധാനത്തിൽ ഇരിക്കുകയാണ് എന്നിങ്ങനെ പറയണേ. എന്തായാലും നീ ഒന്ന് വന്നേ, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ മനോഹറിനെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. അതിനുശേഷം മനോഹറിനെ കൊണ്ട് നിർത്തുന്നത് CIയുടെ മുന്നിലാണ്. അപ്പോൾ അവിടുത്തെ ജയിൽ സൂപ്രണ്ടും അവിടെയുണ്ട്. അപ്പോൾ CI പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇവനെ ഒന്ന് കൊണ്ടുപോകണം, എനിക്ക് പല സംശയങ്ങളും ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഗംഗപ്രസാദ് എന്ന് പറയുന്ന വലിയൊരു ക്രിമിനൽ കൊല്ലപ്പെട്ടില്ലേ, എന്തായാലും ആ കൊലയ്ക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായിട്ട് ഗംഗപ്രസാദിന്റെ കാമുകി സ്റ്റെഫി എനിക്ക് പരാതി തന്നിരുന്നു. ആ പരാതിയുടെ പുറകെയായിരുന്നു ഞാൻ ഇത്രയും ദിവസം. എന്തായാലും അവൻ മരിച്ചത് വലിയൊരു ഇരുമ്പ് വടി കൊണ്ട് അവന്റെ തലക്കടിച്ചത് കൊണ്ടാണ്. ആ ഇരുമ്പ് വടിയിൽ വിരലടയാളം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിരലടയാളം ഞാൻ സംശയിക്കുന്ന ഒരാളുടേതുമല്ല എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. അങ്ങനെ എനിക്ക് ഇവനെയാണ് സംശയം. അതുകൊണ്ട് ഇവന്റെ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാനും കൂടിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജയിൽ വാർഡൻ പറയുകയാണ്, ശരി ഇവനെ കൊണ്ടുപോകും. ജയിൽ സൂപ്രണ്ടർ പറയുകയാണ്, ഇവനെ കൊണ്ടുപോയിക്കോ, എന്തായാലും സാറ് നിന്നെ കൊണ്ടുപോകും, സാറ് നിന്നെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് മനോഹർ നിൽക്കുക. അപ്പം മനോഹറിനാകെ പേടിയാകുന്നുണ്ട്. അവൻ CIയുടെ എങ്ങനെ തന്റെ അരികിൽ എത്തിയത് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്തായാലും കസ്റ്റഡിയിൽ എടുക്കുകയാണ് CI. മനോഹറിനെയും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഇതറിയുന്ന വിക്രത്തിന് സന്തോഷമാകുന്നുണ്ട്. ഒരുത്തം പോയി കിട്ടി, സമാധാനമായി എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആരാണ് ഗംഗപ്രസാദിനെ കൊന്നത്, നീയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ല സാറേ എന്നിങ്ങനെ പറയുകയാണ്. അല്ലാന്നോ, നീ എന്നാ? അപ്പോൾ അവരുടെ രജിസ്റ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവന്റെ പരോൾ കഴിഞ്ഞ് തിരിച്ച് കയറിയത് എപ്പോഴാണ്, എത്ര സമയത്ത്, എത്ര മണിക്കാണ് എന്നുള്ളതൊക്കെ ഒപ്പിട്ടിട്ടാണല്ലോ കയറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രജിസ്റ്ററിൽ നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ ഉടനെ അന്ന് തന്നെയാണ് ഇവൻ തിരികെ പോയിട്ടുള്ളത്. അപ്പോൾ കല്യാണം നടക്കുന്ന സമയത്ത്, അതായത് ഗംഗപ്രസാദ് കൊല്ലപ്പെടുന്ന സമയത്ത് ഇവൻ പുറത്തുണ്ടായിരുന്നു എന്ന് CIക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം CI സത്യം പറയടാ എന്ന് പറഞ്ഞിട്ട് അവനെ രണ്ട് കൊടുക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന മനോഹർ പറയാണ്, ശരി എന്നെ ഒന്നും ചെയ്യില്ല സാറേ, ഞാൻ സത്യം തുറന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ആ കഥ അങ്ങനെ പറയുകയാണ്. ഞാൻ എങ്ങനെ കിരൺ സാറിനെ അന്വേഷിച്ച് കിരൺ സാറിനോട് പോകാണ് എന്ന് പറയാൻ വേണ്ടി പോയതായിരുന്നു. ആ സമയത്താണ് അവിടെ ഹാളിൽ കല്യാണം നടക്കുന്ന കാര്യം അറിയുന്നത്. അങ്ങനെ കല്യാണം നടക്കുന്ന സമയത്ത് കിരൺ സാറിനെ അന്വേഷിച്ച് ഞാൻ അവിടെ ഹാളിലൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് എല്ലാവരും അവരുടെ മുഖത്തൊക്കെ നല്ല ഭയമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നോക്കുമ്പോഴും കിരൺ സാറും അതുപോലെ തന്നെ ഗംഗപ്രസാദും കൂടിയിട്ടുള്ള തല്ലാണ് കാണുന്നത്. കിരൺ സാറ് ഗംഗപ്രസാദിനെ തല്ലിച്ചതയ്ക്കുകയും അതുപോലെ തന്നെ ഗംഗപ്രസാദ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പിടി മണ്ണ് വാരി കിരൺ സാറിന്റെ കണ്ണിലേക്ക് ഇട്ട് കിരൺ സാർ അവിടെ കിടന്ന് ഇവനെ കിട്ടാതെ അപ്പം ഇവനാകെ അപ്പിൽ ഓടി രക്ഷപ്പെടാൻ പോകുന്ന സമയത്താണ് അവിടെ കിടക്കുന്ന ആ ഇരുമ്പ് വടി കൊണ്ട് ഞാൻ അവന്റെ തലയ്ക്കടിച്ചത്. അവൻ രക്ഷപ്പെടാൻ പാടില്ല, അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല, അങ്ങനെ ഒരുത്തനായതുകൊണ്ടാണ് സാർ ഞാൻ അങ്ങനെ ചെയ്തത് എന്നും കൂടി പറയുകയാണ്. എന്നിട്ട് നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുകയും പിന്നെ എനിക്ക് പരോള് കഴിഞ്ഞന്ന് തന്നെയാണ് ഈ ഒരു സംഭവം. അപ്പം അതുകൊണ്ട് തന്നെ തിരികെ ജയിലിലോട്ട് കയറുകയുമാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ തെളിവുകളും നമ്മുടെ മനോഹർ തന്നെ അവന്റെ നാവ് കൊണ്ട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണ്. എന്തായാലും CIക്ക് സന്തോഷമാവാണ്. CI കേസ് ഏറ്റെടുത്തിട്ട് ഇങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടാണ് പരാജയം നിൽക്കുന്ന കേസ്. എന്തായാലും അതിൽ സന്തോഷം ആവുകയുണ്ട്. ആ ഒരു റിസൾട്ട് അവന് കിട്ടിയതിലുള്ളൊരു സന്തോഷം അവനുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ മനോഹറിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇനിയിപ്പോൾ മനോഹറിനെ കോടതിയിൽ ഹാജരാക്കണം. അതുപോലെ തന്നെ പരോളിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതിൽ അവന് കൂടുതൽ ശിക്ഷ കിട്ടാനാണ് പോകുന്നത്. അത് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ
നമ്മുടെ കിരണിനെ വിളിക്കുകയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കിരണിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ കിരണിനോട് പറയുന്നുണ്ട്, ഇനി എന്തായാലും ഞാൻ ഗംഗപ്രസാദിന്റെ കേസ് പറഞ്ഞ് തൻ്റെ പുറകെ നടക്കില്ല, എനിക്ക് യഥാർത്ഥ പ്രതിയെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്റ്റെഫിക്ക് ഞാൻ കൊടുത്ത വാക്ക്, ഞാൻ ഏറ്റെടുത്ത കേസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഗംഗപ്രസാദിന്റെ ബോഡി അത് എനിക്കിനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല, യഥാർത്ഥ പ്രതിയെ കിട്ടിക്കഴിഞ്ഞു. എന്നാലും ചോദിക്കാണ്, ഈ ഗംഗപ്രസാദിന്റെ ബോഡി എന്താ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കിരൺ അപ്പോഴും പറയുന്നുണ്ട്, എനിക്കറിയില്ല, സാർ ആരെ കണ്ടെത്തിയ കാര്യമാണ് ഈ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മനോഹറിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും മനോഹറിനെ അവിടെ വെച്ച് കിരൺ കാണാനും സാധ്യതയുണ്ട്. എന്തായാലും കിരൺ ഞെട്ടിപ്പോവുകയാണ് മനോഹറിനൊക്കെ കണ്ട് ആ ഒരു വാർത്ത കേട്ടിട്ട്. അതിനുശേഷമാണെങ്കിൽ കിരൺ വേഗം പോകുന്നത് കല്യാണിയുടെ അരികിലേക്ക്. അപ്പോൾ അവിടെ കല്യാണിയുടെ വീട്ടിൽ ഈ പറയുന്ന കാർത്തികയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയുകയാണ്, കാർത്തികയോടൊക്കെ വിവരം പറയുന്നുണ്ട്, ഇങ്ങനെ മനോഹറാണ് അവൻ്റെ തലക്കടിച്ചതെന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ഈ ഗംഗപ്രസാദ് എന്ന് പറയുന്നവന് കൊലപ്പെടേണ്ടവൻ തന്നെയാണ്, നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ് അവൻ്റെ മരണം. അങ്ങനെ ഒരുത്തനെയാണ് മനോഹർ കൊന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനോഹറിന് വേണ്ട എല്ലാ കരുതലും, അവനെ രക്ഷപ്പെടുത്താൻ ഏതൊക്കെ പഴുതുണ്ടോ അതിലൂടെയൊക്കെ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം, അതിന് എത്ര പണം വേണമെങ്കിലും ചെലവാക്കാൻ തയ്യാറാണ് ഞാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രസേനനായാലും അയാളും പറയുന്നുണ്ട്, ആരാണ് ഈ പറയുന്നിപ്പോൾ മനോഹറാണ് കൊന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും അവൻ ജയിലിൽ അത് കിടക്കാൻ പാടില്ല. ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ മനോഹറിനെ ചെന്ന് കാണുന്നൊക്കെ ഉണ്ട് കിരൺ. എന്നിട്ട് പറയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കരട് എന്ന് പറയുന്നത് അവനാണ്, അവൻ രക്ഷപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഞാൻ എന്തായാലും തിരികെ ജയിലിലോട്ട് പോകുന്നത് അതുകൊണ്ടാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ നിന്നോട് ഞങ്ങൾ ഈ കടപ്പാട് എങ്ങനെയാണ് വീട്ടേണ്ടത്, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും ശരിക്കും മനസ്സിൽ മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദിയൊന്നും വേണ്ട സാർ എൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും അവരൊക്കെ നോക്കുന്നതില്ലേ, നല്ല ഭംഗിയായി തന്നെ നോക്കുന്നുണ്ട്, അതിന് ഞാൻ തിരിച്ച് സാറിന് എന്തെങ്കിലും ചെയ്തത് അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് മനോഹർ പറയുകയാണ്. അപ്പോൾ ഇടയ്ക്കെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തരണം, എനിക്ക് അത്രയും മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് പറയുമ്പോൾ, ശരി മനോഹര, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും, അതിനിപ്പോൾ സരയുവിനെ വെറുപ്പിച്ചിട്ടായാലും സരയു അറിഞ്ഞിട്ടോ എങ്ങനെയായാലും ഞാൻ അത് എത്തിക്കുക തന്നെ ചെയ്യും, നിന്റെ ആഗ്രഹപ്രകാരം ഞാൻ കുഞ്ഞിനെ കാണിക്കും എന്ന് വാക്കും കൊടുത്തിട്ടാണ് എന്തായാലും പോകുന്നത്. എന്തായാലും കോടതിയൊക്കെ കൂടുന്നുണ്ട്, അവനെ പരമാവധി രക്ഷപ്പെടുത്താൻ എല്ലാവരും കൂടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന സരയും അറിയുകയാണ് ഗംഗപ്രസാദിനെ കൊന്നത് മനോഹറാണെന്നുള്ള കാര്യം. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ മനോഹർ അവിടെ ജയിലിൽ പോകുമ്പോൾ സരയുവിൻ്റെ ഓരോ പ്രവൃത്തിയും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുകയാണ് ഇവൾക്ക്, താരയ്ക്ക്. അങ്ങനെ താര ഒടുവിൽ എല്ലാ സത്യങ്ങളും കിരണിനോടും കല്യാണിയോടും ഒക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു മനസ്സിലൊരു ആഗ്രഹം വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം തകർക്കാൻ കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കല്യാണിയെ കുത്തിയതിൻ്റെ പുറകിൽ സരയു ഉണ്ട് എന്ന സത്യം അവർ തിരിച്ചറിയുന്നത് കൂടി എല്ലാവരും കൂടി അവളെ ആട്ടിപ്പായിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.